ഹായ് ഓൾ, നമുക്കിന്നൊരു ഹോം മെയ്ഡ് ഷവർമ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കോ കുഴച്ചെടുക്കണ പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കണില്ല. ചൂടുവെള്ളം ഉപ്പ് മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. ഇതവിടെ മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് പുഴുങ്ങിയ 2 കോഴിമുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്, ഉണ്ണി എടുക്കണില്ല. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 6 കുരുമുളക്, ഒരു അരമുറി ചെറുനാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു സ്പൂൺ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക. അതവിടെ മാറ്റി വെക്കുക. അടുത്തത് ഇതിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു കുക്കുംബർ എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്യുക. ചെറിയൊരു ക്യാബേജും കട്ട് ചെയ്ത് വെക്കുക. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 3 മാത്രം എടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ ചപ്പാത്തിയിലേക്ക് പരത്തി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാനൊരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് അത് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് ഗ്രൈൻഡറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈ മിക്സ് നമുക്ക് ചപ്പാത്തിയുടെ പുറത്തിങ്ങനെ തേച്ച് കൊടുക്കണം. ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഷവർമ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.